ഹലോ ഗൈസ്, പുതിയ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ്. ആദ്യം നമ്മൾ ലാലിഗയിലാണ് പറയാൻ പോകുന്നത്, അത് കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ പറയുന്നതായിരിക്കും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഗൈസ് റയൽ 4-1 ലാലിഗയെ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ആർത്തോ ഗുള്ളറിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഗൈസ്, അതും റയലിൻ്റെ ഹാഫിൽ നിന്നൊരു ഷോട്ട് ഗോളി കയറി നിൽക്കുന്നതെന്ന് ഓർത്ത് അടിച്ചു. എൻ്റെ ഗൈസ് വിഷയം ഗോളെന്ന് പറഞ്ഞാൽ വിഷയം ഗോളിൽ. പിന്നെ വാൽവെർഡയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. പുള്ളി മറ്റേ UCL മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ആ ഫോമിൽ തന്നെയാണ് ഈ പ്രാവശ്യവും കളിച്ചത്. പിന്നെ ഗൈസ് റുഡിഗറിൻ്റെ ഒരു വോളി ഉണ്ടായിരുന്നു. ഈ വാൽവറുടെ ഒരു ഫ്രീക്ക് എടുത്ത് അടിച്ചു വന്ന റുഡിഗർ ഒരു ഫിനിഷ് ചെയ്ത് ഗൈസ്. എന്തായാലും സൂപ്പർ മാച്ച് തന്നെയായിരുന്നു ഗൈസ്. ഈ പ്രാവശ്യം ലാലിഗ ആരടിക്കുമെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ റയൽ 2ാം സ്ഥാനത്താണ്, ബാർസയാണ് 1ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. ബാർസ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യാതെ എല്ലാ കളിയും ജയിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ബാർസ ലാലിഗ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതാരെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമ്മൾ അടുത്ത പറയാൻ പോകുന്ന പ്രീമിയർ ലീഗ് അപ്ഡേറ്റ് ആണ്. ചെൽസി ഇപ്പം ന്യൂകാസിലുമായിട്ട് 1-1 തോറ്റിട്ടുണ്ട്. പിന്നെ വെസ്റ്റ് ഹാമും സിറ്റിയും കളിച്ചിട്ട് 1-1 സമനില പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സീസണിൽ ഉറപ്പായിട്ടും ആഴ്സണലെ കപ്പടിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അവർ ഇന്നലത്തെ കളിയും 2-1 സുഖമായിട്ട് ജയിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ആഴ്സണലെ കപ്പടിക്കത്തുള്ളൂ. സിറ്റി ആയിട്ട് 10 കൂടുതൽ പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട് ഗൈസ്. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇപ്പം ഇന്നലത്തെ മാച്ച് നമ്മൾ ഈസ്റ്റ് ബംഗാളുമായിട്ട് 1-1 സമനില നേടിയായിരുന്നു. ഇപ്പം കോച്ച് പറയുന്നതെന്ന് വെച്ചാൽ 1 പോയിൻ്റ് തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ടീം അതിന് വേണ്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. പ്ലേയേഴ്സൊക്കെ നല്ലതായിട്ട് മാക്സിമം അവർ കളിച്ചെന്നാണ് ഇപ്പം കോച്ച് പറയുന്നത്. കോച്ച് ഏത് സമയത്തും പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു നിൽക്കുന്നത്. എന്തായാലും കോച്ചിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചെന്നാണ് ഇപ്പം കോച്ച് പറയുന്നത്. ഇപ്പം ഇന്നലത്തെ കളിയെക്കുറിച്ചും ഇന്ന് പറഞ്ഞ അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.